ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മുടെ ചിന്ത സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ആ വചനം എടുത്തത്. എന്തിന്റെ സമയം? കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കും. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ വാക്യം. എന്തുകൊണ്ട് സമയം എന്നുള്ള വിഷയം നാം പഠിക്കണം. ഇന്നലെ നാം ചിന്തിച്ചത് എന്തിനേക്കാളും പ്രാധാന്യമുള്ളത് സമയത്തിനാണ്. സമയം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും അത് വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. സമ്പത്തിനേക്കാൾ, മറ്റ് ഭൗതിക വരുമാന മാർഗങ്ങളെക്കാൾ, വസ്തുവകകളെക്കാൾ, സ്ഥാപന ജംഗമ വസ്തുക്കളെക്കാളൊക്കെ ഏറ്റവും വിലയുള്ളത് സമയത്തിനാണ്. ഞാൻ ഈ പറഞ്ഞത് എന്തും ഉപയോഗത്താൽ നശിക്കുന്നതും കാലപ്പഴക്കത്താൽ പഴകിപ്പോകുന്നതും വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിനെല്ലാം ദ്രവത്വമുളവാകുന്നതും അപ്രകാരമുള്ള ജീർണതകളും പഴക്കങ്ങൾ നിമിത്തം അതിനെ വില കുറയുന്നതുമാണ്. പക്ഷേ സമയം ഏറ്റവും വിലയുള്ളതാണ്. നമ്മുടെ സമയത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഈ ഭാഗം സംബന്ധിച്ച് നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ചകൾ വചനം നൽകുന്നു. കൊലോസ്യ ലേഖനത്തിൽ നാം പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ. 5-ാമത്തെ വാക്യം. എന്താണ് ഈ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ? അതിന്റെ പ്രാധാന്യത, അതിന്റെ വില മനസ്സിലാക്കി നാം സമയത്തെ വീണ്ടെടുക്കുവാൻ, കാലഗതികളെ, ഈ വർത്തമാന കാലത്തെ, ഇന്നത്തെ യുഗത്തെ, നാം ആയിരിക്കുന്ന ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ സമയങ്ങളെ നാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. സമയം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ടൈം എന്ന് നാം അതിനെ വിളിക്കുന്നു. സമയം, ടൈം എന്നുള്ള വാക്കിൽ നമുക്കതിന്റെ ആശയം ഉൾക്കൊള്ളുവാൻ കഴിയും. എന്നാൽ സമയത്തിന് 2 വാക്കുകളാണ് വേദശാസ്ത്രപരമായി കാണുവാൻ കഴിയുന്നത്. ഒന്ന് ദൈവത്തിന്റെ സമയം, 2 മനുഷ്യന്റെ സമയം. ടൈം എന്നുള്ള ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മൂലഭാഷയിൽ കൈറോസ് എന്നും ക്രോണോസ് എന്നും നമുക്കതിനെ അർത്ഥമാക്കാം. കൈറോസ് ദൈവത്തിന്റെ സമയവും ക്രോണോസ് മനുഷ്യന്റെ സമയം. എന്താണ് ദൈവത്തിന്റെ സമയം? എന്താണ് മനുഷ്യന്റെ സമയം? സമയത്തിനകത്തിലെ സമയം, an appointed time, ഒരു സീസൺ ടൈം, പർട്ടിക്കുലർ ടൈം, ടൈം വിത്തിൻ ദ ടൈം എന്നൊക്കെ നമുക്ക് കൈറോസിനെ, ഒരു പ്രത്യേക ഡ്യൂറേഷൻ ടൈമിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവിക ഇടപെടലിന്റെ സമയം അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അബ്രഹാമിന്റെ വീട്ടിലേക്ക് 3 ദൂതന്മാർ വന്നു കയറി ആ കൂടാരം അന്വേഷിച്ച് വന്നു. യഥാർത്ഥത്തിൽ 3 ദൂതന്മാരുടെ വരവ് അബ്രഹാമിന്റെ ലൈഫിൽ വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസമായി, ദിനമായി അന്ന് മാറി. കാരണം ദൂതന്മാർ അവിടെ വന്നത് ഒരു വലിയ ദൈവാലോചന നൽകുവാനും, അപ്പോൾ തന്നെ അത് നിർണായകമായ ദിവസമാണ് അബ്രഹാമിന്റെ സാരയുടെ ജീവിതത്തിൽ. അന്നത്തെ ദിവസം മുതൽ ഇനി കൗണ്ട് ഡൗൺ മതി. ഇനിയും അബ്രഹാമിന്റെ ലൈഫിൽ വെളിപ്പെട്ട് വരേണ്ട വാഗ്ദത്തത്തിന് നീണ്ട നാളുകളോ സംവത്സരങ്ങളോ, വലിയ കാത്തിരിപ്പിന്റെ ഒരു നാളുകളില്ല എന്ന് പറഞ്ഞാൽ ദീർഘനാളുകൾ ഇനി നോക്കി പാർത്തിരിക്കണ്ട. ഇനിയും മാസങ്ങൾ, ആഴ്ചകൾ, ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തും. കാരണം 10 മാസവും 10 ദിവസവും കൂടെ കഴിഞ്ഞാൽ ഈ കൂടാരത്തിനകത്ത് ഇസ്ഹാക്ക് ജനിക്കും. അബ്രഹാമിനും ഇസ്ഹാക്കിനും അതൊരു ചിരിയായി, സന്തോഷമായി മാറും. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം, ഒരു ചിരി കൊണ്ടുവരുമായിരുന്നു ഈ ദൂതൻ. നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. 3 ദൂതന്മാരിൽ ഒരു ദൂതൻ അന്നത്തെ ദിവസം അവിടെ നിന്ന് ഈ ദൂതനെ സ്ഥാപിക്കുവാൻ വേണ്ടി, അബ്രഹാമിനോട് സാരയോട് പറഞ്ഞ ദൂതിനെ നിവർത്തിക്കുവാൻ വേണ്ടി ആ കൂടാരവാതിക്കൽ കാവൽ നിന്നതുപോലെ മറ്റു 2 ദൂതന്മാർ, പ്രിയമുള്ളവരെ, ഒരു തലമുറയെ നശിപ്പിക്കുവാൻ സോദോമിലേക്ക് പോകും. കൂടാരത്തിനകത്ത് ഒരു തലമുറ ജനിക്കുന്നു, അല്ലെ ജനിപ്പിക്കുന്നു. ന്യായവിധിയുടെ ദൂതുമായി 2 ദൂതന്മാർ സോദോമിലേക്ക് പോകും. മമ്രയുടെ തോപ്പിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ദൂത് കൈമാറുന്നു. നിർണായകമായ നിമിഷങ്ങളിലേക്ക് അബ്രഹാം സാറയോട് കടന്നു പോകുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി ദൈവപ്രവൃത്തി വളരെ സമാഗതമായിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു തലമുറയെ ഇല്ലാതാക്കുവാൻ, ഒരു തലമുറ നശിപ്പിക്കുവാൻ സോദോമിന് മേൽ ന്യായവിധിയുടെ ദൂതുമായി 2 ദൂതന്മാർ ആ പട്ടണം അന്വേഷിച്ചു പോകും. ഞാൻ ഈ പ്രഭാതത്തിൽ പറഞ്ഞു വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, അബ്രഹാമിന്റെ ലൈഫിൽ അപ്രകാരം ഒരു ദൈവിക ഇടപെടൽ പിന്നെ ദിവസങ്ങളും നിമിഷങ്ങളും നേരങ്ങളും നോക്കി മാത്രം ഇരുന്നാൽ മതി. അത്രമാത്രം വാഗ്ദത്തം അടുത്തു, വിടുതലുകൾ അടുത്തു. ഈ ദൂത് പ്രിയമുള്ളവരെ നിങ്ങളോടാണ്. ഈ സമയം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. നാളുകളായി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന, കാത്തിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവാത്മ നിങ്ങളെ ഒരുക്കാൻ പോകുക. അപ്രകാരം ഒരു ദൈവിക സന്ദർശനം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ട് വരാൻ പോകുക. കാലാകാലങ്ങളായി, ദീർഘ വർഷങ്ങളായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ വീട് അന്വേഷിച്ചു വന്ന ദൂതന്മാർ ദൈവപ്രവൃത്തിയുടെ, വിടുതലിന്റെ, വാഗ്ദത്തത്തിന്റെ, അത്ഭുതമായ ഒരു ദൈവിക സന്ദർശനത്തിന്റെ, അത്ഭുതമായ ഒരു ദൈവപ്രവൃത്തിയുടെ സന്ദേശവാഹകരായി ആ വീട്ടിലേക്ക് വന്നു കയറിയതാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ലൈഫിലും അപ്രകാരം ഒരു ദൈവിക ഇടപെടൽ, ഒരു കൈറോസ് ടൈമുണ്ട്. അബ്രഹാമിന് ഒരു കൈറോസ് ഉണ്ടായി, മോശയുടെ ലൈഫിൽ ഒരു കൈറോസ് വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞു, ക്രോണോസ് മനുഷ്യന്റെ ടൈമാണ്. അത് ക്രോണോളജി, ദിനവൃത്താന്തം പോലെ തുടർമാനമായി പോകുന്ന, സംഖ്യാശാസ്ത്രം പോലെ പോകുന്ന, 1, 2, 3, 4 എന്ന് പറയുന്ന പോലെ, നമ്മുടെ മാസങ്ങളുടെ കണക്ക് എണ്ണുന്ന പോലെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, തെറ്റുന്നില്ല, തുടർമാനമായി പോകുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കൊന്ന് തുടർമാനമായി പോകുന്ന ആ പുരോഗതിയിൽ, അതിന്റെ ഇടയിൽ ഒരു ദൈവികമായ സന്ദർശനം. 3 ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിലേക്ക്, മുൾപടർപ്പിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം. കേവലം ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, കത്തുന്ന തീ മാത്രമല്ല, അല്ലെങ്കിൽ ചാരമായി പോകാത്ത ഈ തീയുടെ പ്രത്യക്ഷത മാത്രമല്ല, ഈ തീക്കകത്ത് ഇരുന്നുകൊണ്ട് ഹോരേബിലെ തീ, ആ തീ എന്തെന്ന് കാണുവാൻ മോശ കയറി ചെല്ലും. ഇതുവരെയും കാണാത്തൊരു കാഴ്ച.
അതാണ് ദൈവത്തിന്റെ ദർശനം, അതാണ് ദൈവത്തിന്റെ സമയം, അപ്പോയിന്റഡ് ടൈം. പ്രിയമുള്ളവരെ, അത് നിയോഗങ്ങളുടെ, നിയമനങ്ങളുടെ, ഇതുവരെയും വെളിപ്പെടാത്ത ചില നിർബന്ധങ്ങളുടെ അവിടെ വെച്ചാണ് ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് മോശയ്ക്ക് ലഭിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? മോശയെ അറിയാവുന്ന തീ, മോശയുടെ പേര് അറിയാവുന്ന തീ, മോശയുടെ ഇന്നലെ അറിയാവുന്ന തീ, മോശയുടെ ഇന്ന് അറിയാവുന്ന തീ, മോശയുടെ നാളെ അറിയാവുന്ന തീ. ആ തീക്കകത്ത് ഇരുന്നുകൊണ്ട് ദൈവം മോശയെ വിളിച്ചു, മോശയുടെ പേര് വിളിച്ചു, മോശയെ മോശെ. അതെന്തെന്ന് കാണുവാൻ വീണ്ടും കയറി ചെന്നപ്പോൾ തന്റെ താഴ്വരയിൽ മോശ വിട്ടിട്ട് വന്ന ആടുകൾ വിളിക്കും. ആടുകളും അതുപോലാണ് മോശയെ മോശ എന്ന് വിളിക്കുക. എന്നാൽ താഴ്വരയിലോട്ട് ഇറങ്ങിയപ്പോൾ ആടിന്റെ വിളി കേട്ട് താഴോട്ട് ഇറങ്ങുവാൻ ശ്രമിച്ചപ്പോൾ നാം വീണ്ടും മുൾപടർപ്പിൽ പ്രത്യക്ഷനാവൻ മോശയെ വിളിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ ദൈവിക ഇടപെടൽ. 80 വയസ്സിനിടയ്ക്ക് ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ഡിവൈൻ എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുവാൻ സമയമാണ്. ദാണ്ടെ ദമാസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കയ്യിൽ അധികാരപത്രം കയ്യിലുള്ളപ്പോൾ ഒരു ദൈവിക ഇടപെടൽ. കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്, പക്ഷേ ശക്തിയോടെ പുറത്തിരുന്നാലും അതിനേക്കാൾ വലിയൊരു ശക്തി വന്നു. സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വലിയൊരു വെളിച്ചം വന്നു. മനുഷ്യൻ തൊട്ടില്ല, ലോകത്തിലെ യാതൊരു മാനദണ്ഡവും ദൈവം ഉപയോഗിച്ചില്ല, വ്യക്തികളെയോ മറ്റ് ശത്രുക്കളെയോ ഒന്നും ദൈവം ഉപയോഗിച്ചില്ല. വലിയ വെളിച്ചം വന്ന് പൗലൂസിനെത്തും. ഒരു ദൈവിക ഇടപെടൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ പൗലൂസാക്കി. അധികാരപത്രവുമായി വന്ന പൗലൂസിനെ ഈ പത്രത്തെ ഒടിച്ചു മടക്കി പാത്രമാക്കി മാറ്റി. ആ പാത്രത്തിലോട്ട് അഭിഷേകത്തിന്റെ എണ്ണ ഒഴിച്ച് ജാതികളുടെ സഭയെ സ്ഥാപിക്കുവാൻ, ജാതികളെ നേടുവാൻ, രാജ്യങ്ങളെ നേടുവാൻ, ഭൂഖണ്ഡങ്ങളെ നേടുവാൻ, ഭാഷാ സമൂഹത്തെ നേടുവാൻ, റോമയും പിടിക്കുവാൻ അനനിയാസിന്റെ ഉൾമുറിയിൽ വെച്ച് ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ സമയം. പ്രിയമുള്ളവരെ, ഈ സമയത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഈ സമയം നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കൈറോസ് ആണ്. ഒരു ക്രോണസിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ക്രോണോളജി തുടർമാനമായ ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ അതിന് നടുവിൽ ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് വിശ്വസിക്കാം, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ കൈറോസ് വന്നു കഴിഞ്ഞു, നിങ്ങളുടെ സീസൺ വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം വന്നു കഴിഞ്ഞു. അതേ പ്രിയമുള്ളവരെ, വിശ്വസിച്ചാട്ടെ, ഈ വചനത്തിൽ വിശ്വസിച്ചാട്ടെ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ഗോഡ് ബ്ലെസ് യു.